ഹായ് ഓൾ. PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ജീക്സ് PSC അക്കാഡമിയുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് PSC ആവർത്തിക്കുന്ന ആറ്റോമിക നമ്പറുകൾ, അതായത് PSC ഇതുവരെയുള്ള പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ആറ്റോമിക നമ്പറുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. PSC ആവർത്തിക്കുന്ന ആറ്റോമിക നമ്പറിൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, അതായത് പ്രത്യേകം ഓർക്കേണ്ടവ എന്നൊരു ഹെഡിങ് കൊടുത്ത് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടുള്ളവയാണ്, പിന്നെ തെറ്റിപ്പോകാനും സാധ്യതയുള്ളവയാണ്. ഓക്കെ, അതിനുശേഷം ഇത്രയും പ്രാവശ്യം ആവർത്തിച്ചിട്ടില്ലെങ്കിലും ഇതിലും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മറ്റ് ആറ്റോമിക് നമ്പറുകൾ കൂടി നമുക്കൊന്ന് പഠിച്ചെടുക്കാം. ഈ പ്രത്യേകം ഓർക്കേണ്ടവ എന്നുള്ള സെക്ഷനിൽ ആദ്യം പഠിക്കേണ്ട ആറ്റോമിക നമ്പർ ഇരുമ്പാണ്. ഇരുമ്പിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണെന്നറിയോ? 26. ഇരുമ്പിൻ്റെ ആറ്റോമിക് നമ്പർ 26. നെക്സ്റ്റ് ചെമ്പിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 29. വെള്ളിയുടെ ആറ്റോമിക നമ്പർ 47. സ്വർണത്തിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് എത്രയാണെന്നറിയോ? 79. നെക്സ്റ്റ് ഫെർമിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 100. ടിന്നിൻ്റെ ആറ്റോമിക് നമ്പർ 50. മാംഗനീസിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 25 ആണ്. ഇത്രയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ പല ആവർത്തി റിപ്പീറ്റ് ചെയ്തതുമാണ്. അതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇരുമ്പിൻ്റെ ആറ്റോമിക് നമ്പർ 26, ചെമ്പ് 29, വെള്ളി 47, സ്വർണം 79, ഫെർമിയം 100, ടിൻ 50, മാംഗനീസ് 25. ഇരുമ്പ് 26, ചെമ്പ് 29, വെള്ളി 47, സ്വർണം 79, ഫെർമിയം 100, ടിൻ 50, മാംഗനീസ് 25. ഇനി നമുക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മറ്റ് ആറ്റോമിക നമ്പർ കൂടി പരിചയപ്പെടാം. കുറേ എണ്ണം ഒരുവിധം പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ പീരിയോഡിക് ടേബിളൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഒന്നാമത്തെ പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ ആറ്റോമിക് നമ്പർ ആരാണെന്നറിയോ? ഹൈഡ്രജൻ ആണ്. 1 തൊട്ട് 20 വരെ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 ഹൈഡ്രജൻ ആണ്. രണ്ടാമത്തെ ആറ്റോമിക് നമ്പർ വരുന്ന ആരാണെന്നറിയോ? ഹീലിയമാണ്. 2 ഹീലിയമാണ്. 3 ലിഥിയം. 1 തൊട്ട് 20 വരെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഞാനിത് ഇവിടെ പറയുന്നത് PSC ആവർത്തിക്കുന്ന ആറ്റോമിക് നമ്പറുകൾ. അപ്പോൾ 1 ഹൈഡ്രജനും 2 ഹീലിയമാണ്, 3 ലിഥിയം. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കേണ്ടത് ആറ്റോമിക് നമ്പർ 6 വരുന്ന മൂലകമാണ് കാർബൺ. 7 വരുന്നത് നൈട്രജനാണ്. ആറ്റോമിക് നമ്പർ 7 വരുന്നത്. 8 ഓക്സിജൻ. പിന്നെ അടുത്തത് 11 ഇമ്പോർട്ടൻ്റ്. 11ാമത് ആറ്റോമിക് നമ്പർ വരുന്ന മൂലകമാണ് സോഡിയം. നെക്സ്റ്റ് 13 ആറ്റോമിക് നമ്പർ വരുന്ന മൂലകമാണ് അലുമിനിയം. 19 ആരാന്നറിയോ? പൊട്ടാസ്യമാണ്. 19 പൊട്ടാസ്യം. 20 ആറ്റോമിക് നമ്പർ 20 വരുന്ന മൂലകമാണ് കാൽസ്യം. നെക്സ്റ്റ് 25 പ്രത്യേകം ഓർക്കേണ്ടവയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. 25 ഏതാണെന്ന് ഓർക്കുന്നുണ്ടോ? മാംഗനീസാണ്. 25 ആറ്റോമിക് നമ്പർ വരുന്ന മൂലകം. 26 ഏതാണെന്നറിയോ? 26 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇരുമ്പാണ്. 26 ഇരുമ്പാണ്. പിന്നെ നമ്മൾ പറഞ്ഞു 29 ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണെന്നറിയോ? 29 ചെമ്പ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും നമുക്കൊന്നുകൂടെ പഠിക്കാം. ആറ്റോമിക് നമ്പർ 1 വരുന്നത് ഹൈഡ്രജൻ, 2 ഹീലിയം, 3 ലിഥിയം,
6 കാർബൺ, 7 നൈട്രജൻ, 8 ഓക്സിജൻ, 11 സോഡിയം, 13ാമത്തെ മൂലകം അലുമിനിയം, 19 വരുന്നത് പൊട്ടാസ്യമാണ്, 20 കാൽസ്യമാണ്, 25 മാംഗനീസ്, 26 വരുന്നത് ഇരുമ്പാണ്, 29ാമത്തെ മൂലകം വരുന്നത് ചെമ്പാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാക്കി നമുക്ക് നോക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 43 ആറ്റോമിക് നമ്പർ വരുന്ന മൂലകമാണ് ടെക്നീഷ്യം. ഓക്കെ ആണല്ലോ. ഇനി 45 വരുന്ന മൂലകമാണ് റോഡിയം. 47 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഏതാണെന്നറിയാവോ? വെള്ളിയാണ്. 47 വെള്ളി. 50 ഓൾറെഡി പറഞ്ഞു, ടിന്നാണ്. ഇനി അടുത്തത് 74 നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ? ടങ്സ്റ്റൺ ആണ്. 74 ആറ്റോമിക് നമ്പർ വരുന്ന മൂലകമാണ് ടങ്സ്റ്റൺ. ഇനി 76 ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്മിയം. 79 നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സ്വർണം. നെക്സ്റ്റ് 80 ഇമ്പോർട്ടൻ്റ് ആണ് മെർക്കുറി. 82 ഇമ്പോർട്ടൻ്റ് ആണ് ലെഡ്. 85 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അധികം അങ്ങനെ പഠിക്കാറില്ലെങ്കിലും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അസസ്റ്റാറ്റിൻ. അടുത്തത് 86 വരുന്നത് റാഡോൺ ആണ്. ഇതെല്ലാം തന്നെ ഓർത്തിരിക്കുക. 43 വരുന്നത് ടെക്നീഷ്യം, 45 റോഡിയം, 47 വെള്ളി, 50 ടിന്ന്, 74 ടങ്സ്റ്റണ്, 76 വരുന്നത് ഓസ്മിയമാണ്, 79 സ്വർണം, 80 മെർക്കുറി, 82 ലെഡ്, 85 അസറ്റാറ്റിൻ, 86 റാഡോൺ. ഇനി അടുത്തത് 87 പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു ഫ്രാൻസിയമാണ്. 87ാമത് വരുന്ന മൂലകമാണ് ഫ്രാൻസിയം. 88 വരുന്നതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് റേഡിയം. 90 തോറിയം. ഓക്കെ ആണല്ലോ. 92 ആറ്റോമിക് നമ്പർ വരുന്നതാണ് യുറേനിയമാണ്. 92 ആറ്റോമിക് നമ്പർ വരുന്ന മൂലകം. അടുത്തത് 93 നെപ്റ്റൂണിയമാണ്. 94 വരുന്നത് പ്ലൂട്ടോണിയം. അടുത്തത് 99 ഇമ്പോർട്ടൻ്റ് ആണ് ഐൻസ്റ്റീനിയം. നോക്കിക്കേ, 87 ഫ്രാൻസിയം, 88 റേഡിയം, 90 തോറിയം, 92 യുറേനിയം, 93 നെപ്റ്റൂണിയം, 94 പ്ലൂട്ടോണിയം, 99 ഐൻസ്റ്റീനിയം ആണ്. ഇനി 100 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്തായിരുന്നു? ഫെർമിയമാണ്. 101 കൂടെ അറിഞ്ഞിരിക്കണം, മെൻഡലീവിയമാണ്. 101ാമത് ആറ്റോമിക് നമ്പർ വരുന്ന മൂലകം മെൻഡലീവിയമാണ്. ഇനി അടുത്തത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മൂലകങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ നോക്കി പോകുന്നത്. അപ്പോൾ ഇത്രയെങ്കിലും മൂലകങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് കാരണം ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. 112 വരുന്നത് കോപ്പർനീഷ്യമാണ്. അടുത്തത് 113 നിഹോണിയം. 113ാമത് വരുന്ന മൂലകമാണ് നിഹോണിയം. 115 മോസ്കോവിയം. 117 ആറ്റോമിക് നമ്പർ എന്ന് വരുന്ന മൂലകമാണ് ടെന്നസീൻ. 118 വരുന്നത് ഒഗനേസൺ. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. 112 കോപ്പർനീഷ്യം, 113 നിഹോണിയം, 115 മോസ്കോവിയം, 117 ടെന്നസീന്, 118 ഒഗനേസൺ. അപ്പോൾ ഇത്രയും മൂലകങ്ങളാണ് PSC ഇതുവരെ ആവർത്തിച്ചിട്ടുള്ള ആറ്റോമിക് നമ്പർ വരുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ. ഇതിലാദ്യം പറഞ്ഞത് പ്രത്യേകം ഓർക്കേണ്ടവയാണ്. ഇരുമ്പ് 26, ചെമ്പ് 29, വെള്ളി 47, സ്വർണം 79, ഫെർമിയം 100,
ടിന്ന് 50, മാംഗനീസ് 25. പിന്നെ പറഞ്ഞത് 1 ഹൈഡ്രജൻ, 2 ഹീലിയം, 3 ലിഥിയം, 6 കാർബൺ, 7 നൈട്രജൻ, 8 ഓക്സിജൻ, 11 സോഡിയം, 13 അലുമിനിയം, 19 പൊട്ടാസ്യം, 20 കാൽസ്യം, 25 മാംഗനീസ്, 26 ഇരുമ്പ്, 29 ചെമ്പ്, 43 ടെക്നീഷ്യം, 45 റോഡിയം, 47 വെള്ളി, 50 ടിന്ന്, 74 ടങ്സ്റ്റൺ, 76 ഓസ്മിയം, 79 സ്വർണം, 80 മെർക്കുറി, 82 ലെഡ്, 80 അസറ്റാറ്റിൻ, 86 റാഡോൺ, 87 ആറ്റമിക് നമ്പർ വരുന്ന മൂലകമാണ് ഫ്രാൻസിയം, 88 റേഡിയം, 90 തോറിയം, 92 യുറേനിയമാണ്, 93 നെപ്റ്റൂണിയം, 94 പ്ലൂട്ടോണിയം, 99 ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെൻഡലീവിയം, 112 കോപ്പർനീഷ്യം, 113 നിഹോണിയം, 115 മോസ്കോവിയം, 117 ടെന്നസീൻ, 118 ഓഗനേസൺ. അപ്പോൾ ഇത്രയും മൂലകങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുകൂടാതെ 1 തൊട്ട് 20 വരെയുള്ളത് ആദ്യം പഠിച്ച് തന്നെ കുറേ ഭാഗം കംപ്ലീറ്റ് ആകും. പിന്നെ ഈ പരീക്ഷയിൽ ആവർത്തിച്ചിരിക്കുന്ന ആറ്റോമിക് നമ്പറുകളുടെ പെട്ടെന്ന് എന്തായാലും പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.